കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി ആരെന്ന് ചോദിക്കുമ്പോൾ പൊതുജനം സംശയിക്കാതെ പറയുന്ന പേര് ഉമ്മൻചാണ്ടി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മനാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മാറ്റം വളരെ അനിവാര്യമാണ്. അതിനാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും, കോൺഗ്രസിലെ നേതാക്കന്മാരും എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനുണ്ട്, നിയമസഭാ ഇലക്ഷനുണ്ട്. അത് പൂർണ്ണമായി ആ പരിശ്രമങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആ പരിശ്രമങ്ങൾ പൂർണ്ണമായി വിജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു മാറ്റം വളരെ വളരെ അനിവാര്യമായൊരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത്. അപ്പം അതിൽ പൂർണ്ണമായും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളും മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഓരോ ഫലങ്ങളും എല്ലാം ഫലം കാണുമെന്നുള്ള വിശ്വാസത്തിലാണ്. ഉമ്മൻചാണ്ടി സാറില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനെങ്ങനെ കാണുന്നു? കാര്യം നമ്മൾ കാണുന്നതാണ്, പുതുപ്പള്ളിയിൽ ഇന്നും ആളൊഴിയുന്നില്ല. അനുഗ്രഹം വാങ്ങാൻ എല്ലാവരും ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പം അപ്പം ഇല്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പിനോട് എങ്ങനെ? അപ്പയുടെ മരണശേഷം നമ്മൾ പാർലമെൻറ്റ് ഇലക്ഷൻ ഫേസ് ചെയ്തായിരുന്നു. പഞ്ചായത്ത് ഇലക്ഷൻ ആദ്യമായിട്ടാണ്. ഞാനെന്നും വിശ്വസിക്കുന്നത് അപ്പ ഇവിടെയൊക്കെ തന്നെയുണ്ട്. എല്ലാവരുടെയും പ്രവർത്തനങ്ങളോടൊപ്പം ഇന്നും നമ്മളെയൊക്കെ നമ്മുടെ ഫാമിലിയിലെ ഓരോരുത്തരെയും കാണുന്നതും വിളിക്കുന്നതും പലരും വിളിക്കുന്നതും അപ്പ എന്നുള്ള വ്യക്തിയെ കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പം അപ്പയുടെ അനുഗ്രഹങ്ങൾ എല്ലാവരോടും ആ സ്നേഹം. അപ്പയ്ക്ക് പാർട്ടിയായിരുന്നു ജീവൻ. കോൺഗ്രസ് പാർട്ടി, പുതുപ്പള്ളിക്കാർ, ഇതൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾ കുടുംബം പോലും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അപ്പയുടെ അനുഗ്രഹം ഈ ഓരോ കാൻഡിഡേറ്റിനോടൊപ്പം ഉണ്ടാകും. വരുന്ന ഈ പഞ്ചായത്ത് ഇലക്ഷനും വരുന്ന നിയമസഭയിലുമൊക്കെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണുള്ളത്. എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും വാർഡിലും ബ്ലോക്കിലും ജില്ലയിലുമൊക്കെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവർ ജയിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ്. ഓൾ ദി ബെസ്റ്റ്.